Wound is the place where light enters. എവിടെയാണോ മുറിവുള്ളത് അതിലൂടെയാണ് വെളിച്ചം കടന്നു വരുന്നത്. നിങ്ങൾ എന്തിനെ തേടുന്നോ അത് നിങ്ങളെയും തേടുന്നു. വാട്ട് യു സീക്കിംഗ് ഇസ് സീക്കിംഗ് യു. നിങ്ങൾ സമുദ്രത്തിലെ ഒരു തുള്ളിയല്ല, ഒരു തുള്ളിയിലെ മഹാസമുദ്രമാണ്. സ്നേഹം തേടി എങ്ങും അലയേണ്ട. നിങ്ങൾക്കാവശ്യമുള്ളതിലുമധികം സ്നേഹം നിങ്ങൾക്കുള്ളിൽ തന്നെയുണ്ട്. അധികം ഒച്ചയെടുക്കുന്നത് എന്തിന്? ശബ്ദമല്ല, വാക്കുകൾ ഉയർത്തുക. മഴയാണ് പൂക്കളെ വളർത്തുന്നത്, ഇടിയല്ല. ഇങ്ങനെ എത്രയധികം റൂമി വാക്കുകളിലൂടെ, വചസ്തികളിലൂടെ നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ടല്ലേ. എംപവർ 360 ഡിഗ്രീസ് അവതരിപ്പിക്കുന്ന സ്പാർക്ക് ഓൺലൈൻ സെഷനിലാണ് പ്രിയപ്പെട്ടവരെ നമ്മളുള്ളത്. ശുഭസായാഹ്നം. ഞാൻ ഷബ്ന ഷാരൂഖ്. ഇന്ന് നമ്മൾക്ക് സെഷൻ കൈകാര്യം ചെയ്യാനായി എത്തിയിട്ടുള്ളത്, നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ളത് അഞ്ജലി എസ് നായർ. അഞ്ജലി പ്രൊഫഷണലി ഒരു സിവിൽ എഞ്ചിനീയർ ആണ്. അതിലും അധികം ഇഷ്ടത്തോടെ, സ്നേഹത്തോടെ, ആദരവോടുകൂടെ എനിക്ക് പരിചയപ്പെടുത്താൻ ആഗ്രഹം അഞ്ജലി നമ്മുടെ ശബ്ദം ദാനം ചെയ്യുന്ന, നമ്മുടെ ഒരു വോളണ്ടറി സർവീസ് ചെയ്യുന്ന ഹൃദയം കൂട്ടായ്മയുടെ ഭാഗമായിട്ട് നമ്മുടെ സൗഹൃദമാണ്. അതോടൊപ്പം തന്നെ എല്ലാവർക്കും വായന, കാഴ്ചാപരിമിതരായിട്ടുള്ളവർക്ക് വായന സമ്മാനിക്കുന്ന ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്തു തരുന്ന വ്യക്തിത്വമാണ്. അഞ്ജലിയുടെ ശബ്ദം തന്നെ ഒരു താളാത്മകമാണ്, ഒരു പ്രസന്റേഷൻ സ്റ്റൈൽ. ആക്ച്വലി അഞ്ജലി ഒരു പ്രസന്റർ ആണോ എന്ന് ചോദിച്ചാൽ അഞ്ജലിക്ക് ഒരു സംശയം ഉണ്ടാകും. എന്നിരുന്നാൽ എനിക്ക് അഞ്ജലിയുടെ കാര്യത്തിൽ പൂർണ്ണ ബോധ്യമുണ്ട്. ഒരു കൺസേണും വേണ്ട, ഗോ അഹെഡ്. ഇങ്ങനൊരു വിഷയം ജലാലുദ്ദീൻ റൂമിയെ സംബന്ധിച്ച ഒരു അവയർനെസ് തരുമോ എന്ന് ചോദിച്ച സമയത്ത് വായനക്കാരി എന്നുള്ള നിലയ്ക്ക് എൻ്റെ അതേ ഒരു വേവ് ലെങ്ത് ഉണ്ടായിരുന്നു അഞ്ജലിക്ക്. അപ്പം ഞാനിങ്ങനെ ചോദിച്ചു, നമുക്ക് റൂമിയെക്കുറിച്ചൊരു സെഷൻ തരാമോ എംപവറിന് വേണ്ടിയിട്ട്. അപ്പം അതിനു വേണ്ടിയിട്ട് കൂടുതൽ പുസ്തകങ്ങൾ റെഫർ ചെയ്യുകയും അതിനുവേണ്ടി പർച്ചേസ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. ഒരുപാട് പേരിലേക്ക് റൂമിയെക്കുറിച്ചിട്ടുള്ള ധാരണകൾ എത്താൻ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ. റൂമിയെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. റൂമിയെ സ്റ്റാറ്റസിലും എല്ലായിടത്തും ഇങ്ങനെ പറയും, കോട്ട് ചെയ്ത് പറയും. പക്ഷെ റൂമി ആരാണെന്ന് ചോദിച്ചാൽ കൂടുതൽ ഡെപ്ത് ആയിട്ട് അറിയുന്നുള്ളവർ പലരും കുറവായിരിക്കും അല്ലേ. പേർഷ്യൻ സൂഫിയാണ്, മഹാപണ്ഡിതനാണ്, അതുപോലെ തന്നെ തത്വചിന്തകനാണ് എന്നൊക്കെയുള്ള മിനിമം ധാരണ മാത്രമുള്ളവരും ഒട്ടും ധാരണയില്ലാതെ റൂമിയെ പ്രതിപാദിക്കുന്നവരുമുണ്ട്. എന്നാൽ റൂമിയുടെ ബയോഗ്രഫിയിലൂടെ, അതുപോലെ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലൂടെ ഒരു വായനക്കാരിയുടെ ആസ്വാദന തലം ആണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു സെഷനിൽ അറിയാൻ പോകുന്നത്. നിങ്ങൾക്കും പ്രിയമുള്ളവരെ കൂട്ടിച്ചേർക്കലുകളാകാം, നിങ്ങൾക്ക് അദ്ദേഹത്തെക്കുറിച്ചുള്ള ധാരണകൾ ചേർക്കാം, തിരിച്ചറിവുകൾ പങ്കുവയ്ക്കാം. അതിനെല്ലാമുള്ള സമയം തരും. എനിവേസ് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട അഞ്ജലിയിലേക്ക് സെഷൻ കൈകാര്യം ചെയ്യുന്നതിനായിട്ട് ഹാൻഡ് ഓവർ ചെയ്യാമെന്ന് തോന്നുന്നു. അഞ്ജലി വളരെ സ്നേഹത്തോടെ ആദരവോടുകൂടെ സ്വാഗതം ചെയ്യാണ് എംപവർ 360 ഡിഗ്രീസിന്റെ പേരിൽ, സ്പാർക്ക് സെഷന്റെ പേരിൽ. ഓവർ ടു യു അഞ്ജലി. താങ്ക് യു ഷബ്ന. ഷബ്ന പറഞ്ഞ നല്ല വാക്കുകൾക്ക് ഒരുപാട് സ്നേഹത്തോടെ ഞാൻ നന്ദി പറയുന്നു. അങ്ങനെ ഷബ്നയ്ക്ക് എന്റെ മേലെയുള്ള ഈ വിശ്വാസത്തിന് ഞാൻ എന്താണ് തിരിച്ചു പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഷബ്ന എന്നെ ഏൽപ്പിച്ച വിഷയം, നമ്മള് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ഒരു വലിയ സമുദ്രം അല്ലെങ്കിൽ ഒരു വലിയ പർവ്വതം, അതിനേക്കാളും ഉയരവും ആഴവുമുള്ള ഒരു വലിയൊരു വിഷയമാണ് ജലാലുദ്ദീൻ റൂമി എന്ന് പറയുന്നത്. അപ്പം ഇതൊരു വെറും ഒരു പ്രഭാഷണം പോലെ പറയാതെ എനിക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ, അറിയുന്നത് എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ ഈ സമുദ്രത്തിനെ പറ്റിയും പർവ്വതത്തിനെ പറ്റിയൊക്കെ സംസാരിക്കുമ്പം അതിന്റെ ഏറ്റവും ചെറിയ കണികയുണ്ടല്ലോ, ആ കണികേനെ അറിയാനുള്ള ഒരു ശ്രമം, ആ ചെറിയ കണികേനെ അറിയാനുള്ള ഒരു ശ്രമം ഒരു വായനക്കാരി എന്ന നിലയിൽ ഞാൻ നടത്തിയത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. അതേ സാധ്യമാവുള്ളൂ. അപ്പം നിങ്ങൾക്ക് പറയാനുള്ളത് എന്നോട് പറയാ, ആ അറിവുകൾ എനിക്കും തരാ. എനിക്കറിയുന്ന വളരെ അറിയുന്നത് എന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ മനസ്സിലാക്കിയ വളരെ പരിമിതമായ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായും പങ്കുവെക്കാം. അപ്പം ഒരു ചെറിയ കവിതയിൽ കൂടെ തന്നെ ആരംഭിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. റൂമിയുടെ ഒരു കവിതയിൽ കൂടെ തന്നെ നമുക്ക് തുടങ്ങാം. അതിങ്ങനെയാണ്: എന്റെ ഉള്ളിൽ വിസ്മയകരമായ ഒരു അനുരാഗം ഇളകാൻ തുടങ്ങിയിരിക്കുന്നു. ഉപരിലോകത്തെങ്ങും അന്വേഷിച്ചലയുന്ന ഒരു പറവയായി എന്റെ ഹൃദയം രൂപാന്തരപ്പെട്ടിരിക്കുന്നു.
എൻ്റെ ഓരോ അണുവും ഭിന്ന ദിശകളിലേക്ക് യാത്ര പുറപ്പെട്ടിരിക്കുന്നു. എങ്കിൽ ഞാൻ സ്നേഹിക്കുന്നവൻ സർവ്വവ്യാപിയായിരിക്കണം. ഈ വരികളിലെ കൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം റൂമി ആരാണെന്ന്. ഇങ്ങനെ സർവ്വവ്യാപിയായ സ്നേഹത്തിന്റെ കവിയായിരുന്നു റൂമി. നമ്മൾ മനസ്സിലാക്കിയ പരിമിതമായ സ്നേഹമല്ല, കേവലമായ സ്നേഹമല്ല, അല്ലെങ്കിൽ ഷബ്ന പറഞ്ഞതുപോലെ നമ്മൾ വാട്സാപ്പ് സ്റ്റാറ്റസ് ആയും ഫേസ്ബുക്ക് പോസ്റ്റായും ഇടുന്ന പ്രണയം തുളുമ്പുന്ന 4 വരികളല്ല റൂമി. റൂമി മുൻപോട്ട് വെച്ച സ്നേഹസങ്കല്പവും പ്രണയവും അതിനേക്കാൾ എത്രയോ എത്രയോ ആഴമുള്ളതാണ്. അപ്പം സർവ്വവ്യാപിയായ സ്നേഹത്തിന്റെ കവിയായി നമുക്ക് റൂമിയെ കാണാം. അല്ലെങ്കിൽ ആ സ്നേഹത്തിന്റെ ഉപാസകൻ എന്ന് പറയുന്നതിലും തെറ്റില്ല. റൂമി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സാധാരണ വായനക്കാരന്റെ മനസ്സിൽ ആദ്യം വരുന്നത് ഈ പറഞ്ഞതുപോലെ പ്രണയവും അതോടൊപ്പം സൂഫിസവുമാണ്. റൂമിയുടെ ജീവിതം ചെറുതായി നമ്മൾ നോക്കുകയാണെങ്കിൽ റൂമി അദ്ദേഹം 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു പേർഷ്യൻ കവിയും സൂഫി സന്യാസിയുമായിരുന്നു. അദ്ദേഹത്തിന്റെ ജനനം ഇന്നത്തെ അഫ്ഗാൻ പ്രവിശ്യയിലെ ബൽഖ് പ്രവിശ്യയിലായിരുന്നു. അഫ്ഗാനിസ്ഥാനിലെ ബൽഖ് പ്രവിശ്യയിലായിരുന്നു അദ്ദേഹം ജനിച്ചിരുന്നത്. പേർഷ്യൻ ഭരണത്തിന്റെ കീഴിലായിരുന്നു അദ്ദേഹത്തിന്റെ കുറച്ചു കാലത്തെ ജീവിതം. തുടർന്ന് അവിടെ മംഗോളിയൻ പടയോട്ടം ഉണ്ടായ സമയത്ത് അദ്ദേഹം പിതാവിനോടൊപ്പം ബൽഖ് വിട്ട് പോകേണ്ടി വന്നു. ആ യാത്രക്കിടയിൽ അദ്ദേഹം അത്താർ എന്ന് പറയുന്ന ഒരു പണ്ഡിതനെ പരിചയപ്പെടുകയാണ്. അതോടുകൂടിയാണ് അദ്ദേഹം സൂഫിസത്തിലേക്ക് അദ്ദേഹം ആകൃഷ്ടനാവുന്നത്. പിന്നീട് റൂമിയുടെ കുടുംബം കോന്യാൽ എന്ന പ്രവിശ്യയിലാണ് താമസമുറപ്പിക്കുന്നത്. അവിടെ വെച്ചാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു എന്ന് ചരിത്രകാരന്മാർ പറയുന്ന ഒരു കണ്ടുമുട്ടൽ ഉണ്ടാവുന്നത്. നമ്മളെ എല്ലാവരുടെയും ജീവിതത്തിൽ, ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതത്തിലും നമ്മളെ ജീവിതത്തിന്റെ ഗതി ആകെ മാറ്റിമറിച്ച ചില കണ്ടുമുട്ടലുകൾ, ചില കൂടിച്ചേരലുകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ അത്തരത്തില് റൂമിയുടെ ജീവിതത്തിന്റെ കാഴ്ചപ്പാടിനെയും അദ്ദേഹത്തിന്റെ ഉള്ളിലെ കവിയുടെ വളർച്ചയെയും എല്ലാം ഒരുപാടധികം സ്വാധീനിച്ച ഒരു കൂടിച്ചേരൽ അല്ലെങ്കിൽ ഒരു കണ്ടുമുട്ടൽ. കൂടിച്ചേരൽ എന്ന് ഞാൻ പറഞ്ഞത് അവരുടെ ബന്ധം പിന്നീട് ആത്മാന്വേഷണം, പരസ്പരം കലരുന്ന ആത്മാന്വേഷണം ഉണ്ടല്ലോ, ആ തലത്തിലേക്ക് അത് വളരുന്നുണ്ട്. ഷംസ് എന്ന് പറയുന്ന പണ്ഡിതനുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ കൂട്ടിമുട്ടലാണ്, അല്ലെങ്കിൽ വിധിന്നോ നിയോഗം എന്നോ എന്ത് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്തരത്തിലുണ്ടായ ആ കൂടിച്ചേരലാണ് റൂമിയുടെ ജീവിതം ആകെ മാറ്റിമറിച്ചത്. അദ്ദേഹത്തിന്റെ വ്യക്തിത്വവും അദ്ദേഹത്തിന്റെ പ്രാഗൽഭ്യവും അതിലേക്ക് ആകൃഷ്ടനായ റൂമി പിന്നെ തന്റെ ചുറ്റുമുള്ളതും ആളുകളെയും തന്റെ ചുറ്റുപാടിനെയും എല്ലാം മറന്നുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം കൂടുതൽ സമയം ചെലവിടുന്നു. ഇപ്പം നമ്മളാണെങ്കിലും, വെറും സാധാരണ മനുഷ്യരായ നമ്മളാണെങ്കിലും ചില ആളുകളോട് സംസാരിക്കുമ്പം നമ്മൾ അനുഭവിക്കുന്ന ഒരു എനർജി ഉണ്ട്, ഒരു ഊർജം. അവര് നമ്മളിലേക്ക് പകർന്നു തരുന്ന ഒരു ദൈവികത നമുക്ക് ചിലപ്പോഴെങ്കിലും അനുഭവപ്പെടാറില്ലേ? ചില ആളുകളോട് നമ്മൾ സംസാരിക്കുമ്പം നമുക്കൊരു ദൈവീകത, അല്ലെങ്കിൽ നമുക്ക് നിർവചിക്കാൻ കഴിയാത്ത ഒരു തരം സന്തോഷം നമ്മൾ അനുഭവിക്കുന്നില്ലേ? അപ്പം റൂമിയും എന്റെ തോന്നലാണ്, അദ്ദേഹവും അത്തരത്തിലുള്ള കുറച്ചും കൂടെ ഉയർന്ന തലത്തിലുള്ള ഒരു സ്നേഹം, അല്ലെങ്കിൽ നമ്മളെ ആത്മാവിനെ കണ്ടുമുട്ടുക എന്നൊക്കെ പറയില്ലേ, ഒരു ആത്മപൂർത്തീകരണം, നമ്മളെ അന്വേഷണത്തിന്റെ ഉത്തരത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് പോലെയുള്ള ഒരു അനുഭൂതി ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ അതിന്റെ ഫലം എന്താന്ന് പറഞ്ഞാൽ റൂമി തന്റെ ചുറ്റുമുള്ള ആളുകളെയും തന്റെ ചുറ്റുപാടുകളെയും ഒക്കെ മറന്നുപോയി. അവരെ തീരെ ശ്രദ്ധിക്കാതെയായി. അപ്പൊ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും ചുറ്റുമുള്ളവർക്ക് റൂമിയുമായി ചെലവഴിക്കുന്ന സമയം, അദ്ദേഹത്തിന്റെ സാമീപ്യമൊക്കെ നഷ്ടം വരുമ്പം എന്തായിരിക്കും സംഭവിക്കുക? ഷംസിനോട് അവർക്ക് ദേഷ്യം തോന്നും. അപ്പം ഒരു ചരിത്രകാരന്മാര് പറയുന്ന ഒരു പക്ഷം എന്താന്ന് വെച്ചാ, റൂമിയെ അവർക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് അവര് ഷംസിനെ അവിടുന്ന് വിട്ടുപോകാൻ, ആ സ്ഥലം വിട്ടുപോകാൻ നിർബന്ധിക്കുകയും അദ്ദേഹത്തിന് അവിടുന്ന് നിർബന്ധിച്ച് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹം പോയതോടുകൂടി റൂമി കടുത്ത വിഷാദത്തിലേക്ക് പോയി. റൂമിന്റെ ഫിസിക്കൽ പ്രസൻസ് മാത്രമായിട്ട് അവർക്ക് തിരിച്ചു കിട്ടിയത് റൂമിന്റെ ഫിസിക്കൽ പ്രസൻസ് ആണ്. അപ്പൊ അതിനെ തുടർന്ന് റൂമിന്റെ മകൻ പോയിട്ട് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരുന്നു. പക്ഷെ ഇത് വേറൊരു വിഭാഗം പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ, റൂമിന്റെ ചുറ്റുമുള്ളവരുടെ നിർബന്ധത്താലല്ല, അദ്ദേഹത്തിന്റെ സ്വന്തം തോന്നലിനെ തുടർന്നാണ് ഷംസ് റൂമിയെ വിട്ടു പോയത് എന്നാണ്. പക്ഷെ എന്നാലും തിരിച്ചു വന്നെങ്കിലും പിന്നീട് എന്നേക്കുമായി റൂമിയെ വിട്ട് അദ്ദേഹം പോകും.
ഷംസ് പോകും. പിന്നെ റൂമിന്റെ ജീവിതം എങ്ങനെയായിരിക്കും നമുക്കറിയാലോ. അദ്ദേഹം വീണ്ടും വിഷാദത്തിലും സങ്കടത്തിലും ഉഴറുകയാണ്. കാരണം ഷംസുമായിട്ട് അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു ആത്മബന്ധം അല്ലെങ്കിൽ ആത്മസൗഹൃദം എന്നൊക്കെ നമ്മളിപ്പം പറയുമല്ലോ. അതിന്റെ ഒരു അത് അനുഭവിക്കുന്ന ഒരു അനുഭവം അതിന്റെ വ്യത്യാസമാണല്ലോ. നമ്മള് പറയുന്ന വാക്കിനും അപ്പുറത്തേക്ക് വലിയൊരു ആഴമുണ്ടല്ലോ അതിന്. ആത്മസൗഹൃദത്തിന്. അങ്ങനെയുള്ള ഒരാളെ നഷ്ടപ്പെടുമ്പം സ്വാഭാവികമായും അദ്ദേഹം കടുത്ത വിഷാദത്തിലേക്ക് പോയി. അവർ തമ്മിലുള്ള ആത്മസൗഹൃദത്തിൽ നിന്ന് നമുക്ക് നിരവധി കവിതകളും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു ബുക്കാണ്. അദ്ദേഹം എഴുതിയ കവിതകൾ അടങ്ങിയ ഒരു പുസ്തകമാണ് ദിവാൻ ഷംസ് തബ്രീസ് എന്ന് പറയുന്ന ഒരു പുസ്തകം. ഷംസിനെ പറ്റി റൂമി എഴുതിയ അല്ലെങ്കിൽ ഷംസ് പോയപ്പോഴുണ്ടായ വേദനയിൽ നിന്ന് എഴുതിയ കവിതകളാണെന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം ഷംസിൽ ഒരു സുഹൃത്തിനെയോ അല്ലെങ്കിൽ ഒരു ആത്മാന്വേഷണത്തിന്റെ പൂർണ്ണതയോ മാത്രമായിരുന്നില്ല. നമ്മൾ പറയുന്ന ദൈവികതയെ അനുഭവിക്കുകയായിരുന്നു അദ്ദേഹം ഷംസിൽ എന്നാണ് എന്റെ ഒരു വായനക്കാരി എന്ന നിലയിൽ ഉള്ള എന്റെ ഒരു നിഗമനംന്നോ അല്ലെങ്കിൽ എന്റെ ഒരു ചെറിയ കാഴ്ചപ്പാടെന്നോ എന്ത് വേണമെങ്കിലും പറയാം. എനിക്ക് തോന്നിയത്, എന്റെ തോന്നൽ അങ്ങനെയാണ്. അദ്ദേഹം ഷംസിൽ ദൈവത്തെ കണ്ടു. അപ്പം ആത്മാന്വേഷണത്തിന്റെ ഒരു പൂർണ്ണത, താൻ എന്ത് അന്വേഷിച്ചോ അത് കണ്ടെത്തി എന്നുള്ളൊരു തോന്നലുണ്ടായി റൂമിക്ക്. അപ്പൊ അങ്ങനെ ഒരാള് വിട്ടുപോകുമ്പം സ്വാഭാവികമായിട്ടും വിഷമം ഉണ്ടാവുമല്ലോ. പിന്നെ അതിനുശേഷം റൂമിയുടെ ജീവിതത്തില് സ്വാധീനം ചെലുത്തിയത് ശിഷ്യന്മാരായിരുന്നു. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായ സലാഹുദ്ദീൻ സർക്കബും ഹുസാമുദ്ദീനുമാണ് പിന്നീട് റൂമിയുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയത്. റൂമിയുടെ ഏറ്റവും പ്രശസ്തമായ ഒരു പുസ്തകമുണ്ട്, മസ്നവി. എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ? റൂമി എന്ന് പറയുമ്പം റൂമിന്റെ ഏതെങ്കിലും പുസ്തകത്തിനെ പറ്റി പറയുകയാണെങ്കിൽ മസ്നവിയെ പറ്റിയായിരിക്കും ഭൂരിപക്ഷവും പറയാം. ഇപ്പോഴും ലോകത്ത് ഒരുപാട് സ്ഥലത്ത് വ്യാപകമായി വായിക്കപ്പെടുന്ന ഒരു പുസ്തകം കൂടിയാണത്. മസ്നവിയെ റൂമി വിശേഷിപ്പിച്ചത് ഹുസാമിന്റെ പുസ്തകം എന്നാണ്. ഹുസാമുദ്ദീൻ എന്ന ശിഷ്യനോടുള്ള റൂമിയുടെ സ്നേഹം, ആ സ്നേഹത്തിന് ഇതിലും വലിയൊരു തെളിവ് വേണ്ടല്ലോ. ആ സ്നേഹം റൂമി പ്രകടമാക്കിയത് മസ്നവി എന്ന പുസ്തകത്തിലൂടെയാണ്. അതിന്റെ രചനയിലുടനീളം റൂമിയുടെ കൂടെ ഉണ്ടായിരുന്നത് ഹുസാമുദ്ദീൻ എന്ന ശിഷ്യനാണ് എന്നാണ് പറയപ്പെടുന്നത്. ഈ മനോഹരമായ കാവ്യങ്ങളെല്ലാം സൃഷ്ടിച്ച് സ്നേഹനിർഭരമായ ഒരു ജീവിതത്തിനൊടുവിൽ 1273 ഡിസംബർ മാസത്തിലാണ് അദ്ദേഹം ഈ ലോകം വെടിയുന്നത്. 66-ാം വയസ്സിലാണ് അദ്ദേഹം ഈ ലോകം വെടിയുന്നത്. തുർക്കിയിലുള്ള കൊന്നയിലാണ് അദ്ദേഹത്തിന്റെ ഖബറിടം ഉള്ളത്. അത് അറിയപ്പെടുന്നത് ഹരിത ശവകുടീരം എന്നാണ് അത് അറിയപ്പെടുന്നത്. അപ്പം റൂമിയുടെ മരണശേഷം റൂമിയുടെ ഒരുപാട് ശിഷ്യന്മാരുണ്ടല്ലോ, ആ ശിഷ്യന്മാരെയൊക്കെ മകൻ മൗലവികൾ എന്ന സംഘമായി ഏകീകരിച്ചു. നമ്മൾ കേട്ടിട്ടുണ്ടാവും, കറങ്ങുന്ന സൂഫികൾ എന്നറിയപ്പെടുന്നത് റൂമിയുടെ ആണ്. മൗലവികൾ എന്നറിയപ്പെടുന്ന റൂമിയുടെ ശിഷ്യന്മാരാണ് അവര്. അപ്പം നമ്മൾക്ക് അറിയാമായിരിക്കാം, നമ്മൾ യൂട്യൂബിലൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ടാവും, കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു തുർക്കി ഓടക്കുഴൽ, അതിന്റെ സംഗീതത്തിനനുസരിച്ച് കറങ്ങി നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്ന സൂഫികളെ ചിത്രം കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെല്ലാവരെയും വല്ലാതെ ആകർഷിക്കുന്ന ഒരു സംഗീതവും നൃത്തവും ഒക്കെയാണ് അതല്ലേ. അപ്പൊ അത് റൂമിയുടെ ശിഷ്യന്മാരാണ്. അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ മകൻ ഏകോപിപ്പിച്ച റൂമിയുടെ ശിഷ്യന്മാരാണത്. അപ്പൊ ഇതാണ് റൂമിയുടെ ജീവിതത്തിനെ പറ്റിയിട്ട് നമുക്ക് ലഭ്യമായ, അല്ലെങ്കിൽ നമുക്ക് എന്നുള്ളതല്ല, എനിക്ക് അറിയാൻ പറ്റിയ വളരെ വളരെ ചെറിയ കാര്യം. ഇത് അദ്ദേഹത്തിന്റെ ജീവചരിത്രം എന്നൊന്നും പറയാൻ കഴിയില്ലല്ലോ നമുക്കല്ലേ. നമുക്ക് റൂമി എന്താണ് എന്ന് വളരെ ഉപരിപ്ലവമായി മാത്രം മനസ്സിലാക്കാൻ പറ്റുന്ന വളരെ ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ആണിത്. നമ്മൾ അന്വേഷിച്ചു പോകുന്തോറും എനിക്ക് മനസ്സിലായത്, നമ്മൾ ഇതിന്റെ പുറകിൽ നമ്മളിങ്ങനെ അന്വേഷിക്കും തോറും അതിന്റെ ആഴം കൂടി 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 വരികയാണ്. നമ്മൾ കൂടുതൽ കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പം നമുക്ക് റൂമി എന്താണെന്നും റൂമിന്റെ ജീവിതം എന്താണെന്നും നമുക്ക് പിന്നെയും 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 ഒരുപാട് കാര്യങ്ങൾ അതിന് നമുക്ക് ഖനനം ചെയ്ത് കൊണ്ടുവരാനുണ്ട്. ഇത് അതിന്റെ വളരെ, നമ്മൾ പറയില്ലേ മഞ്ഞുമലേന്റെ ഒരു അഗ്രം, അതാണിത്. അത്ര പോലും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ പരിമിതമായിട്ടുള്ള ഒരു അറിവാണ്. നിങ്ങൾക്ക് ഒരുപാട് ചിലപ്പോൾ ഇതിനോട് കൂട്ടിച്ചേർക്കാൻ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ സൂഫിസത്തിനെ പറ്റി, റൂമിനെ പറ്റി പറയുമ്പോൾ നമുക്ക് സൂഫിസത്തിനെ പറ്റി പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. സൂഫിസത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അതും ഇതുപോലെ ഒരുപാട് ആഴമുള്ള ഒരു സബ്ജക്റ്റ് ആണ് സൂഫിസം. അത് പ്രത്യേകമായിട്ട് നല്ല ആഴത്തിൽ പഠിച്ച് പറയേണ്ടതാണ് സൂഫിസം. അത് നമുക്ക് ഉപരിപ്ലവമായി പറയുകയാണെങ്കിൽ അത്
പരിപൂർണമായ സ്നേഹത്തിൽ മാത്രം ഊന്നിക്കൊണ്ടുള്ള ഒരു ദൈവാന്വേഷണമാണ് സൂഫിസം എന്ന് പറയാം. അങ്ങനെ സ്നേഹത്തിലൂടെ ദൈവത്തിലേക്ക് എത്തുന്ന സന്യാസിമാരാണ് സൂഫി സന്യാസിമാർ എന്നാണ് എന്റെ മനസ്സിലാക്കൽ അല്ലെങ്കിൽ എന്റെ ധാരണ. അവരെ നമ്മള് ഇസ്ലാമിക് മിസ്റ്റിസിസം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇലാഹി അനുരാഗം എന്നൊക്കെ. അത് വളരെ ആഴമുള്ള വിഷയങ്ങളായതുകൊണ്ടും എനിക്ക് വളരെ പരിമിതമായ അറിവ് മാത്രമേ അതിലുള്ളത് എന്നുള്ളത് കൊണ്ടും ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ ഇസ്ലാമിക് മിസ്റ്റിസിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സന്യാസ രീതിയായിട്ടാണ് പൊതുവെ സൂഫിസത്തെ പറയുന്നത്. പക്ഷെ സൂഫിസം ശരിക്കും ഒരു മതത്തിന്റെയോ അല്ലെങ്കിൽ ഒന്നിന്റെയും ചട്ടക്കൂടിൽ നിൽക്കാതെ അത് പൂർണ്ണമായും സ്നേഹത്തിൽ മാത്രം അധിഷ്ഠിതമായിട്ടുള്ള ഒരു സന്യാസം തന്നെയാണ്. സന്യാസം എന്ന് പറയുമ്പോൾ തന്നെ സന്യാസത്തിന് ഒരു ചട്ടക്കൂടിലും ഒതുങ്ങി നിൽക്കാൻ കഴിയില്ലല്ലോ. നമ്മളെല്ലാം ഉള്ളിന്റെ ഉള്ളിൽ ഒരു കൊച്ചു സന്യാസിയാണെന്ന് എനിക്ക് തോന്നും. നമുക്കും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലും ഉണ്ടല്ലോ ഈ പറയുന്ന ഫ്രെയിമിന്റെ ഉള്ളിൽ നിന്ന് പുറത്ത് ചാടാൻ വെമ്പുന്ന ഒരു മനസ്സ്, അല്ലെ? അത് നമ്മൾ ഉള്ളിലെ സന്യാസി ആയിരിക്കും എന്നാണ് എന്റെ തോന്നൽ. അപ്പൊ ഒരു തരത്തിലുള്ള ചട്ടക്കൂടുകളും ഇല്ലാതെ ഒന്നിന്റെയും ചുവട്ടിലേക്ക് കൊണ്ടുവരാതെ അനന്തമായ സ്നേഹത്തിൽ നിലനിൽക്കുന്ന ഒരു സന്യാസ ജീവിതമാണ് സൂഫിസം എന്നാണ് എന്റെ തോന്നൽ. ഈ സൂഫിസത്തിന്റെ നിന്ന് ഒരുപാട് നല്ല സാഹിത്യവും സംഗീതവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം സ്നേഹത്തിനെ പറ്റിയാണ് നമ്മളോട് പറയുന്നത്. കൂടുതൽ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ പറഞ്ഞു തരാം. അപ്പം എനിക്കൊന്ന് റൂമിനെ പറ്റിയിട്ടുള്ള റൂമിന്റെ കുറച്ച് പുസ്തകങ്ങൾ എന്റെ കയ്യിലുണ്ട്. പ്രണയഹർഷം എന്ന് പറയുന്ന ഒരു കവിത ബുക്ക്, അതുപോലെ അനശ്വര പ്രണയ ഗീതകങ്ങൾ എന്ന് പറയുന്ന റൂമിന്റെ മറ്റൊരു കവിത, റൂമിന്റെ കുറച്ച് കഥകൾ, പിന്നെ മസ്നവിന്റെ ആദ്യത്തെ ഒരു 400-ൽ പരം വരികളുടെ പദ്യ പരിഭാഷയും എന്റെ കയ്യിലുണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നു 2-3 കവിതകൾ നമുക്ക് വായിച്ചാലോ റൂമിന്റെ. അതിന് ഒരു ആസ്വാദനമോ അല്ലെങ്കിൽ അതിനൊരു വിശദീകരണമോ നിർവചനങ്ങളോ ഒന്നും ആവശ്യമില്ലാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് ഡയറക്റ്റ് എത്തുന്ന കവിതകളാണത്. അങ്ങനെ ഒരു 2-3 കവിതകൾ വായിച്ചാലോ? വായിക്കാം അല്ലേ? ഓക്കെ. അപ്പൊ ഞാൻ വായിക്കുകയാണ്. ഒരു കവിത ഇങ്ങനെയാണ്: വാനം പൂർണ്ണചന്ദ്രന്റെ ശോഭയാൽ തിളങ്ങുകയാണ്. ആ തിളക്കത്തിന്റെ ശക്തി ഞാൻ മണ്ണിലേക്ക് വീണുപോയി. നിന്റെ പ്രണയം എന്റെ സന്ദേഹങ്ങളെ ശരിക്കും അത് സ്നേഹത്തിന്റെ ഏറ്റവും നിർമ്മലമായ ഒരു കലർപ്പുമില്ലാത്ത സ്നേഹമാണ് പ്രണയം. അപ്പൊ നമ്മള് സാധാരണ എന്താ കേൾക്കുക? ദൈവം നമ്മളെ ശപിക്കും, ദൈവം നമ്മളെ ശിക്ഷിക്കും. ഇതല്ലേ മതങ്ങളും മതപണ്ഡിതന്മാരും കാലാകാലങ്ങളായിട്ട് നമ്മളോട് പറയുന്നത്. നമ്മളെ ശിക്ഷിക്കുന്ന ആള് അല്ലെങ്കിൽ അയ്യോ നിങ്ങൾ അത് ചെയ്തില്ലെങ്കിൽ നിങ്ങളെ ശിക്ഷിക്കും, നിങ്ങള് ഇന്ന പ്രാർത്ഥനയിൽ പങ്കെടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ ഇന്ന വ്രതാനുഷ്ഠാനത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ, ഒരു മതവ്യത്യാസവും ഇല്ലാതെ എല്ലാ മതപണ്ഡിതന്മാരും നമ്മളോട് പറയുന്നത് എന്താ? ദൈവം നിങ്ങളെ ശിക്ഷിക്കും. അങ്ങനെ പറഞ്ഞ് ദൈവത്തിനോട് നമുക്ക് എന്താ ഉള്ളത്? ഭയം. നമ്മൾ ഒരാളെ ഭയത്തോടെ നോക്കിയാൽ നമുക്ക് അവരോട് വരുമോ? നമുക്ക് അവരോട് എപ്പോഴെങ്കിലും അടുക്കാൻ കഴിയുമോ? നമ്മളെ ആത്മാന്വേഷണം എന്തെങ്കിലും പൂർണ്ണമാവോ? ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെ സ്രഷ്ടാവിനെ, നമ്മളെ ദൈവം എന്നോ നമ്മൾ പല രൂപത്തിൽ വിളിക്കും അല്ലെ? പല പേരിൽ വിളിക്കും, പല രീതിയിൽ പ്രാർത്ഥിക്കും. എല്ലാം എന്തായാലും അൾട്ടിമേറ്റ്ലി നമ്മളെ സൃഷ്ടിച്ച നമ്മളെ സ്രഷ്ടാവ്, അങ്ങനെ നമുക്ക് പറയാം. അപ്പം അല്ലെങ്കിൽ ഒരു എനർജി എന്തോ ആവട്ടെ, നമ്മൾ ആത്മാന്വേഷണം, റൂമിയുടെ കവിതകളിലൂടെയുള്ള അന്വേഷണം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് തത്വമസി എന്ന് പറയുന്ന പൊരുൾ തന്നെയാണ്. നീയും ഞാനും ഭിന്നമല്ല, നീ എന്നിലേക്ക് എത്തേണ്ടതാണ്, നീ അന്വേഷിക്കുന്നത് എന്നെയാണ്. ആദ്യം ഷബ്ന പറഞ്ഞ പോലെ നീ തേടുന്നത് എന്തോ അത് നിന്നെ തേടുന്നു എന്ന് പറയുന്നില്ലേ? അത് നമുക്ക് ഭൗതികമായിട്ടുള്ള അർത്ഥത്തിലല്ലാതെ കുറച്ചും കൂടി ഡെപ്തിൽ നോക്കിയാൽ നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്നു. ദൈവത്തിനെ അന്വേഷിച്ച് നമ്മൾ എവിടെയും പോകണ്ട, ദൈവം നിന്നെയും തേടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് റൂമി പറയുന്നത്. അപ്പൊ നോക്കൂ, നിന്റെ പ്രണയം എന്റെ സന്ദേഹങ്ങളെ ദഹിപ്പിച്ചു കളഞ്ഞു എന്നാണ് പറയുന്നത്. തുച്ഛമായ ഇഹലോകത്തിന്റെ താല്പര്യങ്ങൾ വെടിയുവാനും നിന്റെ മഹോന്നതമായ സത്തയിൽ സ്വയം സമർപ്പിക്കാനുമായി ഞാനിതാ വന്നെത്തിയിരിക്കുന്നു എന്നാണ് റൂമി പറയുന്നത്. എത്ര മഹത്തായ സങ്കല്പമാണല്ലേ അത്. ഇനി അടുത്തൊരു കവിത. ഇത് ഞാൻ വളരെ റാൻഡമായി തിരഞ്ഞെടുക്കുന്നതാണ് കേട്ടോ. ഞാൻ മുൻകൂട്ടി അത് എഴുതി വെച്ചിട്ടില്ല. അതുകൊണ്ടാണ് കുറച്ച് സമയം എടുക്കുന്നത്. അപ്പൊ ഞാൻ വളരെ റാൻഡം, വളരെ
ആ ബുക്ക് തുറക്കുന്ന സമയത്ത് എന്റെ കയ്യിൽ വരുന്ന പേജുകളിലുള്ള കവിതകളാണ് ഞാൻ വായിക്കുന്നത്. അപ്പം നോക്കൂ, അടുത്ത കവിത ഇങ്ങനെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഈ ബുക്കിന്റെ പേര് ഞാൻ പറയാം. ജലാലുദ്ദീൻ റൂമി, പ്രണയഹർഷം എന്നാണ് ബുക്കിന്റെ പേര്. MN കാരശ്ശേരിയാണ് അതിന്റെ പരിഭാഷ. മാതൃഭൂമി ബുക്സ് ആണ് അത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അപ്പൊ അതിലുള്ളൊരു കവിത ഇങ്ങനെയാണ്: നിന്റെ പ്രണയത്താൽ എനിക്ക് സമനില നഷ്ടമായി, പ്രണയഭ്രാന്തിനാൽ ഞാൻ മതോന്മത്തനായി, ഈ മൂടൽ മഞ്ഞിൽ ഞാൻ എനിക്ക് തന്നെ അപരിചിതനായി, എനിക്ക് അത്രമാത്രം വെളിവ് കിട്ടിയിരിക്കുന്നു, എനിക്ക് സ്വന്തം വീട്ടിലേക്ക് വഴി തിരിയുന്നില്ല. അതൊരു കവിത. അതാണ് പ്രണയം. ദൈവത്തിനോടുള്ള പ്രണയം, അല്ലെങ്കിൽ പ്രപഞ്ചത്തിനോടുള്ള പ്രണയം, അല്ലെങ്കിൽ പ്രകൃതിയോടുള്ള പ്രണയം, അങ്ങനെ വിശാല അർത്ഥത്തിലുള്ള പ്രണയമാണിത്. അല്ലാതെ നമ്മള് ശബ്ദം പറഞ്ഞാൽ നമ്മൾ വാട്സാപ്പ് സ്റ്റാറ്റസിൽ കാണുന്ന ഈ റൂമിന്റെ കവിതകളിലെ പലതും ഈ പ്രണയം എന്ന വാക്ക് വരുന്നത് കൊണ്ട് മാത്രം പലരും സ്റ്റാറ്റസ് ആക്കി ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കിയ ഒരു കേവലാർത്ഥമല്ല റൂമിയുടെ പ്രണയം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ നമുക്ക് അടുത്തൊരു കവിത നോക്കൂ. മറുലോകത്ത് നിന്ന് നീ ഞങ്ങൾക്കിടയിലേക്ക് ആഗതനാവുന്നു, താരകങ്ങൾക്കും അപ്പുറത്ത് നിന്ന്, സ്ഥലസീമകൾക്കും അക്കരെ നിന്ന്, അതീന്ദ്രിയവും ശുദ്ധവുമായ സൗന്ദര്യവുമായി, സ്നേഹത്തിന്റെ സത്തുമായി നീ അണയുന്നു. അങ്ങനെ സ്നേഹത്തിന്റെ സത്തുമായി അണയുന്ന ദൈവത്തിനല്ലേ നമുക്ക് സ്നേഹിക്കാൻ പറ്റുള്ളൂ. ദൈവം നമ്മളെ ശിക്ഷിക്കുന്ന ആളല്ല, നമ്മളെ പേടിപ്പിക്കുന്ന ആളല്ല, നമ്മളെ സ്നേഹിക്കുന്ന ആളാണ്. കേവലനായ മനുഷ്യനെ പോലെ അത്ര നിസ്സാരനായ ആളല്ല നമ്മുടെ സ്രഷ്ടാവ്, അല്ലെങ്കിൽ ദൈവം. ദൈവത്തിനെ നമ്മൾ സ്നേഹിക്കുകയാണ് വേണ്ടത്, ഭയക്കേണ്ടതില്ല എന്ന് നമ്മളോട് മതങ്ങളോ മതപണ്ഡിതന്മാരോ പറഞ്ഞു തരില്ല. റൂമിയുടെ കവിതകൾക്ക് ഇന്നുള്ള പ്രാധാന്യം, നമ്മൾ പറയുന്ന കാലിക പ്രസക്തി എന്ന് പറയുന്നത് അവിടെയാണുള്ളത്. മതത്തിന്റെ പേരില് വളരെ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ക്രൂരതകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലാണല്ലേ ഇത്. ലോകത്തിന്റെ പല ഭാഗത്തും വംശഹത്യ എന്ന് പറയുന്ന പോലുള്ള വലിയ ക്രൂരതകൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലം. അതൊക്കെ ദൈവത്തിന്റെ പേരിലാണെന്നുള്ളതാണ് തമാശ. അപ്പം അങ്ങനെയുള്ള ഒരു കാലത്ത് നിന്ന് റൂമിയിലേക്ക് നോക്കുമ്പം റൂമിയുടെ ദീർഘവീക്ഷണം, റൂമിന്റെ കവിതകളുടെ കാലിക പ്രസക്തി അവിടെയാണ്. റൂമി പറയുന്നത് എല്ലാത്തിനെയും സ്നേഹിക്കൂ. ദൈവം ഒരിക്കലും വെട്ടിപ്പിടിക്കാനോ മറ്റുള്ളവനെ കൊല്ലാനോ പറയുന്ന ആളല്ല, അല്ലെങ്കിൽ നിന്നെ ശിക്ഷിക്കുന്ന ആളല്ല. ദൈവം പറയുന്നത് എല്ലാത്തിനെയും സ്നേഹിക്കാനാണ്. സ്നേഹത്തിലൂടെ മാത്രമേ ദൈവത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. ദൈവത്തിലേക്ക് എത്തണമെങ്കിൽ സ്നേഹമാണ് അതിന്റെ പാത, അല്ലാതെ ഭയമല്ല. ഭയപ്പെടുത്തുന്ന ഒന്നിനെ നമുക്ക് ഒരിക്കലും സ്നേഹിക്കാൻ കഴിയില്ല. അതാണ് റൂമി പറയുന്നത്. റൂമിയുടെ കവിതകളുടെ കാലിക പ്രസക്തിയും അത് തന്നെയാണ്. അത്രമേൽ വെറുപ്പും വിദ്വേഷവും മുൻപ് ഇല്ലാത്ത വിധം മതത്തിന്റെ പേരിൽ ലോകത്തിന്റെ പല ഭാഗത്തും നടക്കുന്ന ഈ കാലത്തിരുന്നു കൊണ്ട് നമ്മൾ റൂമിനെ നോക്കുമ്പോൾ നമ്മുടെ മനസ്സിനൊരു തണുപ്പ് വരും. സ്നേഹത്തിന്റെ ആ ആർദ്രത ഉണ്ടല്ലോ, അത് നമ്മളെ മനസ്സിലേക്ക് നമ്മൾ അറിയാതെ വരും. അത് നമുക്ക് വായനയിലൂടെ കിട്ടുന്ന ഒരു അനുഭൂതിയാണ്. അത് ഞാൻ പറയുന്നതിനേക്കാൾ നിങ്ങൾ വായിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും. അല്ലെങ്കിൽ നിങ്ങൾ വായിച്ചിട്ടുള്ള ആളുകളായിരിക്കുമല്ലോ. അപ്പം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചും കൂടി ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. ഇതിൽ ഒരുപാട് കവിതകളുണ്ട്. നമുക്ക് സമയപരിമിതി ഉള്ളത് കൊണ്ട് ഞാൻ അതിലെല്ലാം വായിക്കുന്നില്ല. ഒരു കവിതയും കൂടി ഇതൊന്ന് ഞാൻ വായിക്കാം. പൂക്കൾ തേടി അലയുന്നത് നിർത്തൂ, നിങ്ങളുടെ വീട്ടിൽ തന്നെ അതാ ഒരു പുഷ്പവാടി വിടരുന്നു. മാറ്റു കുറഞ്ഞ പണ്ടം തേടി നടക്കുന്നത് മതിയാക്കൂ, നിങ്ങളുടെ സത്തയിൽ തന്നെ അതാ ഒരു സുവർണനിധി കാത്തിരിക്കുന്നു. കഷ്ടപ്പാടിന്റെ ആവശ്യം ഏതുമില്ല, ഇവിടെ ദൈവമുണ്ട്. അപ്പൊ നോക്കൂ, ഇതിലെന്താണ് പറയുന്നത്? നമ്മള് സന്തോഷവും സ്നേഹവും അന്വേഷിച്ച് പുറത്തെവിടെയും പോവേണ്ട ആവശ്യമില്ല. നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. നമ്മുടെ ഉള്ളിൽ തന്നെ ദൈവമുണ്ട്. നമ്മൾ ദൈവത്തെ തേടി മറ്റൊരു സ്ഥലത്ത് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു എല്ലാ മതങ്ങളുടെയും ആഴത്തിലുള്ള അർത്ഥം ഇത് തന്നെയാണ്. പലരും പല താല്പര്യങ്ങൾ മുൻനിർത്തി അതിനെ വ്യാഖ്യാനിക്കുന്ന രീതി മാറുമ്പോഴാണ് ഈ കലാപങ്ങളും രക്തച്ചൊരിച്ചിലുകളും അത്രയും ഉണ്ടാവുന്നത്. കാരണം പേടിപ്പിച്ച് നിർത്തിയാൽ മാത്രമേ പലരുടെയും സ്വാർത്ഥ താല്പര്യങ്ങളെ ലോകത്ത് നടപ്പാക്കാൻ പറ്റുള്ളൂ എന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. ആരുടെയൊക്കെയോ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മനുഷ്യനെ ബലിയാടാക്കുന്ന കാലമാണിത്. ആ കാലത്തിരുന്നു കൊണ്ട് റൂമിയെ വായിക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കൊരു തണുപ്പ് തോന്നും. ഇനി അടുത്ത ബുക്ക് എന്ന് പറയുന്നത് അനശ്വര പ്രണയ ഗീതകങ്ങൾ.
അത് ജലാലുദ്ദീൻ റൂമി. അത് മൊഴിമാറ്റം അബ്ദുള്ള പേരാമ്പ്രയാണ്. ഗ്രീൻ ബുക്സ് ആണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇതിലുള്ള ഒരു കവിത: ഇത് നിന്റെ പാതയാണ്, നിനക്കു വേണ്ടി മാത്രമുള്ളത്. അതിലൂടെ നീ മാത്രം നടക്കുക. മറ്റുള്ളവർ നടന്നാലും അത് നിനക്ക് വേണ്ടിയല്ലെന്ന് ഓർക്കുക. ഇതിന്റെ അർത്ഥം അല്ലെങ്കിൽ ഇതിന്റെ വ്യാഖ്യാനം ഒന്നും ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ പാതയിൽ കൂടെ നമ്മളാണ് നടക്കേണ്ടത്. നമ്മളെ ജീവിതം നമ്മളാണ് ജീവിക്കേണ്ടത്. നമ്മളെ പാതയിൽ കൂടെ വേറെ ആര് നടന്നാലും അത് നമ്മൾ നടക്കുന്ന പോലെ ആവില്ല. അപ്പോൾ നമ്മളെ ജീവിതത്തെ നമ്മൾ എത്തരത്തിൽ സ്നേഹിക്കണം, അതും കൂടിയാണ് റൂമി പറഞ്ഞു തരുന്നത്. നമ്മൾ എങ്ങനെയാണ് നമ്മളെ ജീവിതത്തിനെ സ്നേഹിക്കേണ്ടത്. ജീവിതത്തിനെ അഗാധമായി സ്നേഹിക്കുക. നമ്മുടെ വഴി ദൈവം നമുക്ക് വേണ്ടി മുൻകൂട്ടി തീരുമാനിച്ച് നിശ്ചയിച്ച് തുറന്നു തന്നിരിക്കുന്ന വഴി, നമ്മുടെ പാത. അതിനെ ഇപ്പം നിരീശ്വരവാദമായിട്ടോ ദൈവവാദമായിട്ടോ ഒന്നും അതിനെ കലർത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ വഴിയിൽ കൂടെ നമ്മൾ നടക്കുക. അപ്പൊ അത് മനോഹരമായി തീരും. അതിന് ഇഷ്ടപ്പെട്ട് നടന്നാൽ അത് മനോഹരമായി തീരും. അതാണ് റൂമി ഈ കവിതയിലൂടെ പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ സമയം ഏകദേശമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനപ്പം റൂമിന്റെ ശവകുടീരത്തിൽ ആലേഖനം ചെയ്തു വെച്ചിട്ടുള്ള കുറച്ച് വരികളുണ്ട്. അതും കൂടി വായിച്ചിട്ട് നമുക്ക് നിർത്താൻ തോന്നുന്നു, അല്ലെ? ഇനി നിങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ എന്നോടും കൂടി ഷെയർ ചെയ്യണം. അപ്പൊ ആ വരികൾ ഇങ്ങനെയാണ്: വരിക വരിക, നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, അലഞ്ഞു തിരിയുന്നവരാകട്ടെ, ഭക്തോന്മത്തരാകട്ടെ, വിഗ്രഹാരാധകരോ അഗ്നിപൂജ ചെയ്യുന്നവരോ ആകട്ടെ, വരിക, നിങ്ങൾക്ക് സ്വാഗതം. ഈ ഇടത്താവളം നിരാശയുടേതല്ല. എല്ലാം നഷ്ടപ്പെട്ടവരായാലും പ്രേമത്തിന്റെ കടന്നൽ കുത്തേറ്റവരായാലും നാടോടികളായാലും പ്രശ്നമില്ല. 1000 തവണ ശപഥമെടുത്ത് ലംഘിച്ചവരായാലും കുഴപ്പമില്ല. വരിക, വീണ്ടും വരിക, സ്വാഗതം. ഇതാണ് റൂമിയുടെ ശവകുടീരത്തിൽ എഴുതി വെച്ചിരിക്കുന്ന വാക്കുകൾ. നോക്കൂ, എത്ര മനോഹരമായിട്ടാണ് അവിടെ വരുന്ന എല്ലാവരെയും റൂമി സ്വാഗതം ചെയ്യുന്നത്, അല്ലെ? നിങ്ങൾ ആരോ ആയിക്കോട്ടെ, എല്ലാവർക്കും സ്വാഗതം എന്നാണ് ഒറ്റ വരിയിൽ അതിന്റെ ലളിതമായിട്ടുള്ള അർത്ഥം. അപ്പോൾ ആ സ്നേഹത്തിലൂടെ നമുക്ക് എത്ര സഞ്ചരിച്ചാലും മതിയാവില്ല. അത് നമ്മളത് അതിലേക്ക് ഇറങ്ങും തോറും ആഴം കൂടി 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 വരും. അതൊരു പർവ്വതമാണെങ്കിൽ നമ്മൾ കയറും തോറും പർവ്വതത്തിന്റെ അഗ്രം ഉയർന്നുയർന്നു പോകുന്നു പറയില്ലേ, അതുപോലെ. പക്ഷെ അന്വേഷണം തുടരുക. കൂടുതൽ കൂടുതൽ മുത്തുകൾ നമുക്ക് കിട്ടും. നമ്മുടെ മനസ്സിന് നിറഞ്ഞ ശാന്തിയും സമാധാനവും അനുഭവിക്കാൻ കഴിയും. അപ്പം ഇത്രയും നേരം എന്നെ കേട്ടിരുന്നതിന് നിങ്ങളോട് എല്ലാവരോടും നന്ദി. ഞാൻ നിങ്ങളെ മടുപ്പിച്ചില്ല അല്ലെങ്കിൽ ബോറടിപ്പിച്ചില്ല എന്ന് വിചാരിക്കുന്നു. ഒരുപാട് നന്ദി. എന്റെ വളരെ പരിമിതമായിട്ടുള്ള അറിവുകളാണ് ഞാൻ പങ്കുവെച്ചത്. ഞാൻ ഒരു വേദിയിൽ സംസാരിക്കുന്ന ആളല്ല. അതിൻ്റെതായിട്ടുള്ള എല്ലാ കുറവുകളും എനിക്കുണ്ട്. എല്ലാവരും അതിന് ഞാൻ ആദ്യമേ ക്ഷമ ചോദിക്കുകയാണ്. അപ്പൊ എല്ലാ കുറവുകളും ക്ഷമിക്കണം. തെറ്റുകൾ ഉണ്ടെങ്കിലും ക്ഷമിക്കണം. നമ്മളാരും പൂർണ്ണരല്ലല്ലോ. തെറ്റുകളൊക്കെ എന്തായാലും വന്നിട്ടുണ്ടാവും. കിട്ടിയ ഡാറ്റയിലും നമ്മൾ പറഞ്ഞതിലൊക്കെ തെറ്റുകൾ ഉണ്ടാവും. അപ്പൊ എല്ലാവർക്കും ഹൃദയത്തിൽ നിന്ന് നന്ദി. അഞ്ജലി, താങ്ക് യു ഷബ്ന. സോ മച്ച് ഡിയർ. ഒരു എന്താ പറയാ, നമുക്ക് ചില കാര്യങ്ങൾ എത്ര കിട്ടിയാലും ഇനിയും പോരട്ടെ, ഇനിയും പോരട്ടെ, ഇനിയും ഇനി എന്താ പറയുന്നത്, ഇനിയും പോരാ പോരാ എന്നുള്ളൊരു തോന്നൽ. അത് തീർച്ചയായിട്ടും എനിക്ക് അഞ്ജലിയുടെ ശബ്ദത്തോടുള്ള ആ ഒരു ഇഷ്ടം കൊണ്ട് മാത്രമാണെന്ന് തോന്നുന്നില്ല. എന്തായാലും ആ ശബ്ദത്തിന്, ആ പ്രസന്റേഷൻ സ്റ്റൈലിന് ഒന്നും ഉണ്ടാക്കി എടുക്കേണ്ടതില്ല. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ആ ഇത് ഞാൻ എഴുതിയിട്ടില്ല ഷബ്ന. ഞാനിത് അത് എനിക്ക് തോന്നിയെന്ന് മനസ്സിന്റെ പറഞ്ഞതാ. സ്പോണ്ടേനിയസ് ആയിട്ട് അത് വരും. നമുക്ക് ഇനി ഒരുപാട്, അദ്ദേഹം ഒരു കടലാണ്. അതിൽ നിന്നും അതെ, ഇങ്ങനെ തുള്ളികൾ പെറുക്കിയെടുത്താലും ഇത് തീരത്തില്ല. പക്ഷെ ഇദ്ദേഹത്തെ കുറിച്ച് അറിയാത്തവർക്ക് ഒരു അവയർനെസ് തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ട്. ഇനി കൂടുതൽ പറഞ്ഞത് മാതിരി എല്ലാവരും എക്സ്പ്ലോർ ചെയ്യണല്ലോ, അതെ, പര്യവേഷണം ചെയ്യാണല്ലോ ചെയ്യുക അതെ, കൂടുതലായിട്ട്. അതിനുള്ള ഒരു സാധ്യത ഒരുക്കുകയും അത് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളൊരു കവിത കിട്ടി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചില ഉദ്ധരണികൾ കിട്ടി, അത് ആ ഒരു ബാഹ്യമായിട്ടുള്ള അർത്ഥതലത്തിലൂടെ അല്ലാതെ അതിന്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങാൻ, ചിന്തിക്കാൻ നമ്മൾ സമയം കൊടുത്താൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറം, അതുപോലെ എന്താണെങ്കിലും ഏതൊരു കൃതിയാണെങ്കിലും അങ്ങനെ തന്നെയാണ്, കൂടുതൽ അത് വായനക്കാരന്റെ മനസ്സിൽ വിരിയുന്നത് കുറച്ചും കൂടെ വിശാലമായ അർത്ഥത്തിലായിരിക്കും. പക്ഷെ ഇദ്ദേഹത്തിൻ്റെത് ഇച്ചിരിയും കൂടെ ഇൻഡെപ്ത് ആണ്. അത് അതെ, നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ ഇത്രയൊക്കെ ഇതിനകത്ത് ഉണ്ടല്ലോ അല്ലേ എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അതായത് അദ്ദേഹത്തിന്റെ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, വൂണ്ട് എന്ന് പറയുന്നത്, മുറിവെന്ന് പറയുന്നത് വെളിച്ചം വരാനുള്ള ഇടമാണ്. അപ്പൊ നമ്മൾ ഹലോ, ഉദ്ദേശിക്കുന്നത് എക്സ്ക്യൂസ് മീ, യെസ് യെസ് ഒന്ന് ഇടപെട്ട്. ഞാൻ ഖദീജയാണ്. ഞാൻ
ക്ലാസ്സിനെ കുറിച്ച് ഇപ്പൊ പറയാനല്ല, ഞാൻ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങുകയാണ്. എനിക്ക് ഒത്തിരി പറയാനുണ്ട്. പക്ഷെ പിന്നെ വേറൊരു ക്ലാസ്സിലേക്ക് മോന് കയറേണ്ടതുകൊണ്ട് ഞാൻ കയറുകയാണ്. അപ്പൊ ഞാൻ ഇതിന്റെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ പിന്നെ ഞാൻ ഗ്രൂപ്പിൽ ഇടാന്ന് വിചാരിക്കും. അതിനുള്ള ഒരു അവസരം ഉണ്ടെന്ന് കരുതുന്നു. തീർച്ചയായും ആ തീർച്ചയായും അപ്പം തീർച്ചയായും അത് ഞാൻ അപ്പം ആഞ്ചലിക്ക് ഷെയർ ചെയ്തോളാം. തീർച്ചയായിട്ടും. ഓക്കെ ഓക്കെ, എന്നാ ഞാൻ താങ്ക് യു സർ. തൽക്കാലം ലെഫ്റ്റ് എടുക്കും. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. അഞ്ജലി, ഈ പറഞ്ഞതുമാതിരി എഴുത്തിന്റെ ആഴങ്ങളിലേക്ക് സഞ്ചരിക്കുമ്പോഴാണ് നമ്മൾക്ക് കൂടുതൽ കൂടുതൽ ഇങ്ങനെയൊക്കെ അല്ലേ, നമ്മൾ ഒരു മുറിവ് ഉണ്ടാകുമ്പോൾ പറയുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളായിരിക്കുമല്ലോ അത് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അതിലൂടെയാണ് വെളിച്ചം കടന്നു വരുന്നത്. നമ്മൾ പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. അപ്പോഴാണ് തിരിച്ചറിവുകൾ, അറിവിനപ്പുറം തിരിച്ചറിവ് ലഭിക്കുന്നത് നമ്മുടെ വായനകളിലൂടെ മാത്രമായിരിക്കില്ല. നമുക്ക് ചിലത് അനുഭവിച്ചാലേ അറിയുള്ളൂ എന്ന് പറയില്ലേ. പിന്നെയും പിന്നെയും കൂടുതൽ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാകാം. ഇതുപോലെ ഓരോ കാര്യങ്ങളും ചിലത് നമ്മൾക്ക് വായിച്ചാൽ വാക്കർത്ഥത്തിനപ്പുറത്തേക്ക് അതിലൂടെ മാത്രം സഞ്ചരിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. കൂടുതൽ ഡെപ്തിലേക്ക് പറയാൻ പറ്റുന്നില്ല. എന്താണെന്ന് അറിയാൻ എന്നുള്ള ഒരു ആഗ്രഹം തോന്നുന്ന വരികൾ, വിസ്മയിപ്പിക്കുന്ന വരികൾ, വാക്കുകൾക്കും അക്ഷരങ്ങൾക്കും പോലും പ്രത്യേകത തോന്നുന്ന, അത് പ്രസന്റ് ചെയ്യുന്ന രീതി കൂടെ ഉണ്ട്. അഞ്ജലിയുടെ ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് വിശദീകരിച്ച് തരുന്ന സമയത്ത് ദൈവം എന്താ പറയുന്നത്, ദൈവത്തിന്റെ ഭാഷ എന്ന് പറയുന്നത് റൂമിയുടെ വചനമാണല്ലോ അത്. ദൈവത്തിന്റെ ഭാഷ എന്ന് പറയുന്നത് നിശബ്ദതയാണ്, മറ്റെല്ലാം മോശം പരിഭാഷകളാണ് എന്നുള്ളതാണ്. അപ്പോൾ ഓരോ കാര്യവും നമ്മൾ കൂടുതൽ നിശബ്ദമായിട്ടിരുന്ന് ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ഡെപ്തിലേക്ക് മനസ്സിലാവും. ഇന്നത്തെ സെഷൻ കൈകാര്യം ചെയ്യാൻ എത്തിയിട്ടുള്ള അഞ്ജലിക്ക് ആദ്യം ഔപചാരികതയുടെ പേരിൽ എന്താണ് കടപ്പാടും സ്നേഹവും പറഞ്ഞാൽ തീരില്ല അഞ്ജലി. കാരണം അയ്യോ, അതിനുവേണ്ടി എന്നെ വിശ്വസിച്ചതിന് ഞാൻ അങ്ങോട്ടല്ലേ നന്ദി പറയേണ്ടത്. അല്ല, താങ്ക് യു സോ മച്ച്. ഇനി ഞാൻ എന്റെ സ്നേഹം എന്തായാലും അറിയിക്കുന്നുണ്ട്. അതൊരു ഞാൻ പറഞ്ഞല്ലോ, അതെ. അതിനുവേണ്ടി ബുക്സ് ഒക്കെ കളക്ട് ചെയ്ത് ഞാൻ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോ, ഇങ്ങനെ പ്രസന്റ് ചെയ്തൊന്നും ശീലമില്ല, എന്നാലും ഞാനൊരു ശ്രമം നടത്താമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഈ ഒരു കുറച്ച് സമയം കൊണ്ട് ഇതിലും അധികം എന്ത് പറയാനാണ് സാധിക്കുക. നമുക്ക് എന്തായാലും ബാക്കി മറ്റുള്ളവരിലേക്ക് ഒന്ന് പോവാണ്. പേഴ്സണലി ഒരു ഗ്രൂപ്പിൽ എംപവറിലുള്ളവർക്ക് അങ്ങനെ, ഹൃദയത്തിലുള്ളവർ അവിടെ എങ്ങനെയെങ്കിലും റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ബട്ട് ഇവിടെ എന്തെങ്കിലും ഒരു റിഫ്ലക്ഷനോ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകളോ ഉണ്ടെങ്കിൽ ഞാൻ ക്ഷണിക്കുകയാണ് അതിനു വേണ്ടിയിട്ട്. ഷബ്ന, ഞാൻ നൗഷാണ്. പിന്നെ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, അപ്പൊ ഒന്നും പറയാതെ പോയാലേ ഭയങ്കര വിഷമമായിട്ട് കാലാകാലം കൈ കിടക്കും. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കയറി പറയാൻ വിചാരിച്ചു. പിന്നെ ഞാൻ 2000 എന്റെ ബിടെക് കഴിഞ്ഞ് ഞാൻ ബാംഗ്ലൂരിൽ ജോലി തണ്ടാൻ വേണ്ടി പോയിരുന്നു. അന്ന് ഈ IT-യുടെ കാലമാണല്ലോ. പക്ഷെ IT എന്റെ ലോകമല്ല എന്ന് അറിയാൻ ഞാൻ ഒരുപാട് വൈകിയിരുന്നു. അപ്പോഴേക്കും എന്റെ എല്ലാ വേദനയും ഞാൻ അനുഭവിച്ച ഒരു കാലമായിരുന്നു, ഒരു വർഷത്തോളം. അന്ന് എന്റെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. മൂപ്പര് എന്നെ പരിചയപ്പെട്ടത് തന്നെ ഇങ്ങനെയാണ്. പൂമ്പാറ്റ വായിക്കേണ്ട കാലത്ത് സൈക്കോളജി വായിച്ചതിന്റെ എല്ലാ പ്രശ്നങ്ങളും എനിക്കുള്ള ഒരാളാന്ന് പറഞ്ഞിട്ട് എന്നെ പരിചയപ്പെട്ടു. അപ്പൊ നമ്മളെപ്പം വേദന അനുഭവിക്കുന്ന സമയത്ത് ഭ്രാന്തന്മാരെയാണല്ലോ തേടുക. ഇയാള് കൊള്ളാലോ, ഇയാളെ കൂടെ കൂടിയാ കുറച്ച് ഭ്രാന്ത് എനിക്കും കിട്ടുന്നു, ഞാൻ അയാളെ കൂടെ കൂടി. ഞങ്ങൾ 1 മാസത്തോളം ഒന്നിച്ച് ജീവിച്ചു. അയാൾ എന്നോട് രാത്രികളിൽ ഒന്നിച്ചിരിക്കും പറഞ്ഞതൊക്കെ റൂമിയുടെ കവിതകളായിരുന്നു. അന്നത്തെ ആ ഒരു സങ്കടത്തിനും വേദനക്കും ഏറ്റവും കൂടുതൽ മരുന്നായി നിന്നത് റൂമി കവിതകളായിരുന്നു. അയാളുടെ റൂമിൽ ഇങ്ങനെ ഒരു ബുക്ക് കൊണ്ടുവെക്കുകയും വൈകുന്നേരം ഷെയർ ചെയ്യുകയും ചെയ്യും. അതാണ് എനിക്ക് അഞ്ജലി ഇത് തുടങ്ങിയപ്പോൾ ഫസ്റ്റ് എൻ്റെ മനസ്സിൽ വന്നത്. രണ്ടാമത്തത്, ഇപ്പം മാതൃഭൂമി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാം ഒരു കഥയുണ്ട്. അത് കേൾക്കുമ്പോഴുള്ള ഒരു ഭംഗിയുണ്ടല്ലോ, ആ ലോകത്തേക്ക് ഇങ്ങനെ പോവുക, ഒരു കഥ അനുഭവിക്കുക, ഒരു മനുഷ്യനെ അനുഭവിക്കുക എന്നൊക്കെ പറയുന്ന ഒരു സംഗതി, അത് ശരിക്കും അഞ്ജലിയുടെ പ്രസന്റേഷൻ ശരിക്കും ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത് ഇതാണ്, പിന്നെ ഷെബിനയും അഞ്ജലിയും ഒരു പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. ആഴമുള്ള നല്ല സ്നേഹമുള്ള ഇത്തരം ചെറിയ ചെറിയ വർത്തമാനങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുകയും വേണമെന്ന് മാത്രം സ്നേഹത്തോടെ പറഞ്ഞുകൊണ്ട് നിർത്താൻ. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സർ. അടുത്തത് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ റെസ്പോണ്ട് ചെയ്താൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കൽ, സാറിന്റെ പോലെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ വായനയുടെ അടിസ്ഥാനത്തിലോ എന്തെങ്കിലും ഒരു ചെറുതെങ്കിലും ഒന്ന് പറയാൻ സാധിച്ചാൽ നല്ലതായിരിക്കും. Is there anyone? ഓക്കെ, റെസ്പോൺസസ് വരുന്നില്ല. എന്തായാലും എന്തെങ്കിലും ഫീഡ്ബാക്സ് തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. കണക്ട് ആയിട്ടുള്ളവരെ നമുക്ക് പരമാവധി ഇൻഷാല്ലാ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം, ആ സമയത്തും ഷെയർ ചെയ്യാം.
ഇത്തരം സെഷൻസിൽ ഉള്ള എന്താ പറയുന്നത് സെഷൻസ് തരാൻ തയ്യാറാണ്. നിങ്ങളും അതുമായിട്ട് കണക്ട് ആവുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു അഞ്ജലി ആൻഡ് എവ്രി വൺ. ബൈ. താങ്ക് യു ഷബ്ന. ബൈ. ഗുഡ് നൈറ്റ്. Good night.